My dear students, welcome back. Hope you all are fine. Today we continue the second chapter, Consumer Behavior. Consumers ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് ഇൻകത്തെ ബേസ് ചെയ്തിരിക്കുന്നതായി ബജറ്റ് സെറ്റ് ഓർ ബജറ്റ് കൺസ്ട്രെയിന്റ്, ബജറ്റ് ലൈൻ എന്നീ കൺസെപ്റ്റ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. ബജറ്റ് ലൈൻ ഒരു ബൗണ്ടറിയാണ്. അവിടം വരെ മാത്രമേ ഗുഡ്സ് വാങ്ങാനുള്ള ബജറ്റ് ഓർ ഇൻകം നമുക്കുള്ളൂ. ബജറ്റ് ലൈനിലോ അതിന് താഴെയോ ഉള്ള ഏത് ബണ്ടിലും നമുക്ക് വാങ്ങാം, കാരണം അതിനുള്ള ഇൻകം നമുക്കുണ്ട്. ബജറ്റ് ലൈനിന് മുകളിലും ഒരുപാട് ബണ്ടിൽസ് ഉണ്ട്. അതൊക്കെ വാങ്ങണമെന്ന് നമുക്ക് ആഗ്രഹവും ഉണ്ട്. എന്നാൽ സാധിക്കുമോ? ഇല്ല. കാരണം എന്താ? അതിനുള്ള ഇൻകം നമുക്കില്ല. ഇൻകം 20 രൂപയും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 2 ഗുഡ്സിനും 5 രൂപ വീതം വിലയും ആണെങ്കിൽ നമുക്കറിയാം മാക്സിമം 20/4 = 4 യൂണിറ്റ് മാത്രമേ വാങ്ങാൻ സാധിക്കൂ. ഫോർ എക്സാമ്പിൾ 3 എന്ന ബണ്ടിൽ നമുക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്, എന്നാൽ സാധ്യമല്ല. കാരണം 3 എന്ന ബണ്ടിൽ വാങ്ങണമെങ്കിൽ 30 രൂപ വേണം. അത്രയും ഇൻകം നമുക്കില്ല. എന്നാൽ ബജറ്റ് ലൈനിന് മുകളിലുള്ള ഒരു ബണ്ടിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈസ് കുറയണം. റിഡക്ഷൻ സെയിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഉള്ള ഇൻകം ഉപയോഗിച്ച് കൂടുതൽ വാങ്ങാറുണ്ടല്ലോ. ചില സന്ദർഭങ്ങളിൽ ഇൻകം കുറയാറുണ്ട്, അതുപോലെ പ്രൈസ് കൂടാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നേരത്തെ അവൈലബിൾ ആയിരുന്ന ബണ്ടിൽസ് പോലും വാങ്ങാൻ സാധിക്കാതെ വരാറുണ്ട്. ലോക്ക്ഡൗൺ ഒക്കെ വന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഇക്കണോമിക് ആക്ടിവിറ്റീസ് കുറഞ്ഞു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു, ഇൻകം കുറഞ്ഞു. ചുരുക്കത്തിൽ ഇൻകത്തിലോ പ്രൈസിലോ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ബജറ്റ് സെറ്റിൽ മാറ്റമുണ്ടാകാൻ കാരണമാകുന്നു. ബജറ്റ് സെറ്റ് ഓർ ബജറ്റ് കൺസ്ട്രെയിൻറ്റിൽ മാറ്റമുണ്ടാകുമ്പോൾ ബജറ്റ് ലൈനും ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ചേഞ്ചസ് ഇൻ ദ ബജറ്റ് സെറ്റ്. The set of available bundles depends on the prices of the 2 goods and the income of the consumer. ആദ്യമായി ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ബജറ്റ് സെറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുവെന്ന് നോക്കാം. 2 രീതിയിൽ ഇൻകം ചേഞ്ച് ചെയ്യാം: ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് ഡിക്രീസ് ഇൻ ഇൻകം. ഫസ്റ്റ് കേസ്, ഇൻക്രീസ് ഇൻ ഇൻകം. നമ്മുടെ എക്സാമ്പിളിൽ നിലവിലുള്ള ഇൻകം 20 രൂപയാണ്. 30 രൂപയായി ഇൻകം ചേഞ്ച് ചെയ്താൽ ബജറ്റ് ലൈനിൽ എന്ത് മാറ്റം സംഭവിക്കുന്നുവെന്ന് നോക്കാം. ദ ബജറ്റ് ലൈൻ ഈസ് P1x1 plus P2x2 equal to M. Here 5x1 plus 5x2 is equal to 20 is the budget line. Horizontal intercept is equal to M by P1 is equal to 20/5 is equal to 4. We can mark 40. Vertical intercept is equal to M by P2 is equal to 20/5 is equal to 4. We can mark 04. This is M by P1 40 and this is M by P2 04. Joining these 2 points we get a budget line. Suppose the budget line change as P1x1 plus P2x2 is equal to M dash. M dash ചേഞ്ച് ഇൻ ഇൻകത്തെ സൂചിപ്പിക്കുന്നു. 5x1 plus 5x2 is equal to 30 is the new budget line. ഇവിടെ 2 ഗുഡ്സിൻ്റെയും വിലയിൽ വ്യത്യാസമില്ല, എന്നാൽ ഇൻകം ഇൻക്രീസ് ചെയ്തു. P1 ആൻഡ് P2 പഴയ 5 രൂപ തന്നെ, ഇൻകം 20-ൽ നിന്ന് 30 ആയി. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു M dash by P1 is equal to 30/5 is equal to 6. Vertical intercept is equal to M dash by P2 is equal to 30/5 is equal to 6. New horizontal intercept is 60 and vertical intercept is 06. Joining these 2 points we get the new budget line. പ്രൈസിൽ വ്യത്യാസമില്ല, സോ സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനാൽ ബജറ്റ് ലൈൻ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. 2 ഗുഡ്സും കൂടുതൽ വാങ്ങാൻ സാധിക്കും. ദാറ്റ് ഈസ്, ഇഫ് M dash greater than M, the vertical as well as horizontal intercept increases, there is a parallel outward shift of the budget line.
ഇൻകം ഇൻക്രീസ് ചെയ്തു, കൺസ്യൂമറിന് 2 ഗുഡ്സും കൂടുതൽ വാങ്ങാം. വിത്ത് ദ ന്യൂ ഇൻകം ദ കൺസ്യൂമർ ക്യാൻ അഫോർഡ് ടു ബൈ P1 X1 പ്ലസ് P2 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ഡാഷ്. അടുത്തതായി ഇൻകം കുറഞ്ഞാൽ ബജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഇൻ അവർ എക്സാമ്പിൾ ഇൻകം ഡിക്രീസസ് ഫ്രം 20 to 10. Our existing budget line is P1 X1 plus P2 X2 is equal to M. That is 5x1 plus 5x2 is equal to 20. The new budget line is P1 X1 plus P2 X2 is equal to M dash. Suppose income 10 രൂപയായി കുറഞ്ഞു എന്നിരിക്കട്ടെ. 5x1 plus 5x2 is equal to 10. ഇവിടെയും 2 ഗുഡ്സിൻ്റെയും പ്രൈസിൽ വ്യത്യാസമില്ല, 5 തന്നെ. എന്നാൽ ഇൻകം 20ൽ നിന്ന് 10 രൂപയായി കുറഞ്ഞു. എത്ര യൂണിറ്റ് വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു M ഡാഷ് ബൈ P1. M ഡാഷ് ചേഞ്ച് ഇൻ ഇൻകത്തെ സൂചിപ്പിക്കുന്നു. 10/5 ഈസ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് 20. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു M ഡാഷ് ബൈ P2. 10/5 ഈസ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് 02. ഇൻകം കുറഞ്ഞപ്പോൾ വാങ്ങാൻ സാധിക്കുന്ന ഗുഡ്സിൻ്റെ അളവും കുറഞ്ഞു. മുഴുവൻ തുകയും ഗുഡ് 1ന് വേണ്ടി ചിലവാക്കിയാൽ 2 യൂണിറ്റ് ഗുഡ് 1 വാങ്ങാം. അല്ല, മുഴുവൻ തുകയും ഗുഡ് 2ന് വേണ്ടി നീക്കിവെച്ചാൽ 2 യൂണിറ്റ് ഗുഡ് 2 വാങ്ങാം. പ്രൈസിൽ മാറ്റമില്ലാത്തതിനാൽ സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ ഇൻകം കുറഞ്ഞു, ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു, ബജറ്റ് ലൈൻ ഇൻവേർട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. കുറഞ്ഞ വരുമാനത്തിൽ കുറച്ച് അളവ് മാത്രമേ വാങ്ങാൻ കഴിയുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇഫ് M dash ലെസ് ദാൻ M, ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഡിക്രീസ് ആൻഡ് ഹെൻസ് ദർ ഈസ് എ പാരലൽ ഇൻവേർട്ട് ഷിഫ്റ്റ് ഓഫ് ദ ബജറ്റ് ലൈൻ. 2 കാരണങ്ങളാൽ ബജറ്റ് ലൈൻ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് പ്രൈസ്. ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ബജറ്റ് ലൈനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. നെക്സ്റ്റ് ഈസ് ചേഞ്ച് ഇൻ പ്രൈസ്. കേസ് 1, increase in price of good 1. In our example, price of good 1 increases from 5 to 10. Our existing budget line is P1 X1 plus P2 X2 is equal to M. The new budget line is P1 dash X1 plus P2 X2 is equal to M. ചേഞ്ച് എവിടെയാണ്? P1 dash, അതായത് ഫസ്റ്റ് ഗുഡിൻ്റെ പ്രൈസാണ് ചേഞ്ച് ചെയ്തത്. ന്യൂ ബജറ്റ് ലൈൻ ഈസ് 10x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 20. ഇവിടെ ഇൻകത്തിലും സെക്കൻഡ് ഗുഡിൻ്റെ പ്രൈസിലും വ്യത്യാസമില്ല. ഫസ്റ്റ് ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പുതിയ വിലയനുസരിച്ച് എത്ര യൂണിറ്റ് വാങ്ങാൻ സാധിക്കുമെന്ന് നോക്കാം. ഹിയർ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു M ബൈ P1 ഡാഷ് ഈസ് ഈക്വൽ ടു 20/10 2, 20. Vertical intercept is equal to M by P2 is equal to 20/5 is equal to 4. രണ്ടാമത്തെ ഗുഡിൻ്റെ വിലയിൽ മാറ്റമില്ലാത്തതിനാൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും മാറുന്നില്ല. ഫസ്റ്റ് ഗുഡിൻ്റെ വില കൂടി, ഫസ്റ്റ് ഗുഡിൻ്റെ അളവ് കുറഞ്ഞു. സ്ലോപ്പ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് -P1/P2. ഇവിടെ പ്രൈസിൽ വ്യത്യാസം വരുന്നതിനാൽ സ്ലോപ്പിൽ വ്യത്യാസം വരുന്നു. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഡിക്രീസ് ചെയ്യുന്നതായി കാണാം. അതായത് ഗുഡ് 1ൻ്റെ വില കൂടി, ഗുഡ് 1 ഇപ്പോൾ കുറച്ചേ വാങ്ങാൻ കഴിയുന്നുള്ളൂ. ഗുഡ് 2ന് വ്യത്യാസമില്ലാത്തതിനാൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻകം ചേഞ്ച് ചെയ്യുമ്പോഴാണ് ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ സ്ലോപ്പ് മാറുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് if P1 dash greater than P1, the absolute value of the slope of the budget line increases and the budget line becomes steeper. That is, horizontal intercept decreases. The equation of the new budget line is P1 dash X1 plus P2 X2 is equal to M. Case 2, decrease in price of good 1. In our example, price of good 1 decreases from 5 to 4. The new budget line is P1 dash X1 plus P2 X2 is equal to M. That is 4x1 plus 5x2 is equal to 20.
ഫസ്റ്റ് ഗുഡിൻ്റെ വില 5-ൽ നിന്ന് 4 കുറഞ്ഞു അല്ലേ? എത്ര യൂണിറ്റ് വാങ്ങാൻ സാധിക്കും? m/p1' is equal to 20/4 is equal to 5. Horizontal intercept is 50. സെക്കൻഡ് ഗുഡിൻ്റെ പ്രൈസിൽ വ്യത്യാസമില്ലാത്തതിനാൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻകത്തിലും വ്യത്യാസമില്ല, അതിനാൽ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നില്ല, സ്ലോപ്പ് മാറുന്നതേ ഉള്ളൂ. ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസ് ചെയ്തതായി കാണാം. അതായത് ഗുഡ് 1ൻ്റെ വില കുറഞ്ഞപ്പോൾ ആ ഗുഡ് കൂടുതൽ വാങ്ങാൻ സാധിക്കുന്നു. ഹെൻസ് ദ ബജറ്റ് ലൈൻ ബിക്കം ഫ്ലാറ്റർ. ദാറ്റ് ഈസ് p1' less than p1, the absolute value of the slope of the budget line decreases and hence the budget line becomes flatter. That is, horizontal intercept increases. The equation of the budget line is p1' x1 plus p2 x2 is equal to m. ഇനി നമുക്ക് സെക്കൻഡ് ഗുഡിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ബജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നോക്കാം. ഫസ്റ്റ് കേസ്, ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് 2. New budget line is p1 x1 plus p2' x2 is equal to m. p2' എന്താ സൂചിപ്പിക്കുന്നത്? സെക്കൻഡ് ഗുഡിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്തു. സെക്കൻഡ് ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഡിക്രീസ് ചെയ്തതായി കാണാം. രണ്ടാമത്തെ ഗുഡിൻ്റെ വില കൂടി, ആ ഗുഡ് ഇപ്പോൾ കുറച്ചേ വാങ്ങാൻ കഴിയൂ. എന്നാൽ ഫസ്റ്റ് ഗുഡിൻ്റെ പ്രൈസിൽ വ്യത്യാസമില്ലാത്തതിനാൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് മാറ്റമില്ല. ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 increases, that is if p2' greater than p2, vertical intercept decreases. The budget line is p1 x1 plus p2' x2 is equal to m. Next case, decrease in price of good 2. Here new budget line is p1 x1 plus p2' x2 is equal to m. ഫസ്റ്റ് ഗുഡിൻ്റെ പ്രൈസിലും ഇൻകത്തിലും വ്യത്യാസമില്ല. സെക്കൻഡ് ഗുഡിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്തു. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസ് ചെയ്തതായി കാണാം. അതായത് രണ്ടാമത്തെ ഗുഡിൻ്റെ വില കുറഞ്ഞു, ആ ഗുഡ് ഇപ്പോൾ കൂടുതൽ വാങ്ങാൻ സാധിക്കും. ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഡിക്രീസസ്, ദാറ്റ് ഈസ് ഇഫ് p2' ലെസ് ദാൻ p2, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസസ്. ദ ഇക്വേഷൻ ഓഫ് ദ ബജറ്റ് ലൈൻ ഈസ് p1 x1 പ്ലസ് p2' x2 is equal to m. ബജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ഇൻകം m' ഗ്രേറ്റർ ദാൻ m. ഇൻകം കൂടി. ബജറ്റ് കൺസ്ട്രെയിൻറ്റ് ഈസ് p1 x1 പ്ലസ് p2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m'. പുതിയ ഇൻകത്തിനുള്ളിലുള്ള ഗുഡ്സ് വാങ്ങാൻ സാധിക്കും. ബജറ്റ് ലൈൻ ഈസ് p1 x1 പ്ലസ് p2 x2 ഈക്വൽ ടു m'. ഇൻകം കൂടിയപ്പോൾ ബജറ്റ് ലൈൻ്റെ ബൗണ്ടറിയും കൂടി. ചേഞ്ച്, ബോത്ത് ഇൻ്റർസെപ്റ്റ്സ് ഇൻക്രീസ്, ദർ ഈസ് എ പാരലൽ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ബജറ്റ് ലൈൻ. രണ്ട് ഇൻ്റർസെപ്റ്റ്സും ഇൻക്രീസ് ചെയ്തു, രണ്ട് ഗുഡ്സും കൂടുതൽ വാങ്ങാം. സെക്കൻഡ് വൺ ഈസ് ഡിക്രീസ് ഇൻ ഇൻകം m' ലെസ് ദാൻ m. ഇൻകം കുറഞ്ഞു. ബജറ്റ് കൺസ്ട്രെയിൻറ്റ് ഈസ് p1 x1 പ്ലസ് p2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m'. കുറഞ്ഞ ഇൻകത്തിനുള്ളിൽ നിന്നുകൊണ്ടേ ഗുഡ്സ് വാങ്ങാൻ സാധിക്കൂ. ബജറ്റ് ലൈൻ ഈസ് p1 x1 പ്ലസ് p2 x2 ഈക്വൽ ടു m'. ചേഞ്ച്, ബോത്ത് ഇൻ്റർസെപ്റ്റ് ഡിക്രീസ് ആൻഡ് ഹെൻസ് ദർ ഈസ് എ പാരലൽ ഇൻവേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ബജറ്റ് ലൈൻ. രണ്ട് ഇൻ്റർസെപ്റ്റ്സും ഡിക്രീസ് ചെയ്തു, രണ്ട് ഗുഡ്സും കുറച്ചേ വാങ്ങാൻ കഴിയൂ. തേർഡ് വൺ ഈസ് increase in price of good 1, p1' greater than p1. good 1ൻ്റെ വില കൂടി. ബജറ്റ് കൺസ്ട്രെയിൻറ്റ് ഈസ് p1' x1 പ്ലസ് p2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. ഇൻകത്തിൽ വ്യത്യാസമില്ല, എന്നാൽ ഗുഡ് 1ൻ്റെ പ്രൈസ് കൂടിയതിനാൽ കുറച്ചേ വാങ്ങാൻ കഴിയൂ. ബജറ്റ് ലൈൻ ഈസ് p1' x1 പ്ലസ് p2 x2 ഈസ് ഈക്വൽ ടു m. ചേഞ്ച്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഡിക്രീസസ് and the budget line becomes steeper. Vertical intercept ചേഞ്ച് ഇല്ല. ഗുഡ് 2 നേരത്തെ വാങ്ങിയ അളവിൽ വാങ്ങാം, ഗുഡ് 1 കുറച്ചേ വാങ്ങാൻ കഴിയൂ. ഫോർത്ത് വൺ, ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് 1, p1' ലെസ് ദാൻ p1. ബജറ്റ് കൺസ്ട്രെയിൻറ്റ് ഈസ് p1' x1 പ്ലസ് p2 x2
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. വില കുറഞ്ഞു കൂടുതൽ വാങ്ങാം. ബജറ്റ് ലൈൻ ഈസ് P1 dash x1 plus P2 x2 is equal to m. Horizontal intercept increases and the budget line becomes flatter. സെക്കൻഡ് ഗുഡിന്റെ വിലയിൽ വ്യത്യാസമില്ലാത്തതിനാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഗുഡ് 1 കൂടുതൽ വാങ്ങാം. ഫിഫ്ത്ത് വൺ ഈസ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് 2 P2 dash greater than P2. Budget constraint is P1 x1 plus P2 dash x2 less than or equal to m. Budget line is P1 x1 plus P2 dash x2 is equal to m. Vertical intercept decreases and no change in horizontal intercept. Second goodന്റെ വില കൂടി second good കുറച്ചേ വാങ്ങാൻ കഴിയൂ. Then decrease in price of good 2 P2 dash less than P2. Budget constraint P1 x1 plus P2 dash x2 less than or equal to m. Budget line is P1 x1 plus P2 dash x2 equal to m. Change vertical intercept increases and no change in horizontal intercept. Second goodന്റെ വില കുറഞ്ഞു. second good കൂടുതൽ വാങ്ങാം. first goodന് മാറ്റമില്ല. A consumer wants to consume two goods. The prices of the two goods are 4 and 5 respectively. The consumer's income is ₹20. Write down the equation of the budget line. Here P1 is equal to 4, P2 is equal to 5 and M is equal to 20. Budget line is 4x1 plus 5x2 is equal to 20. How much of good 1 can the consumer consume if she spends her entire income on that good? x1 is equal to m by p1 is equal to 20 by 4 is equal to 5. How much of good 1 can the consumer consume if she spends her entire income on that good? x1 is equal to m by p1 is equal to 20 by 4 is equal to 5. How much of good 2 can she consume if she spends her entire income on that good? m is equal to 20, p2 is equal to 5. So m by p2 is equal to 20 by 5 equal to 4. What is the slope of the budget line? P1 is equal to 4, P2 is equal to 5. Slope is equal to minus P1 by P2 is equal to minus 4 by 5 is equal to minus 0.8. Then question 5, 6, 7 are related to question 4. Question 5 is how does the budget line change if the consumer's income increases to ₹40 but the prices remain unchanged? P1 x1 plus P2 x2 is equal to m dash. Here 4x1 plus 5x2 is equal to 40. m dash change in ഇൻകത്തെ സൂചിപ്പിക്കുന്നു. Sixth one, how does the budget line change if the price of good 2 decreases by a rupee but the price of good 1 and the consumer's income remain unchanged? P1 x1 plus P2 dash x2 is equal to m. 4x1 plus 4x2 is equal to 20. P2 dash second goodന്റെ price changeനെ സൂചിപ്പിക്കുന്നു. What happens to the budget set if both the prices as well as income double? ഇവിടെ രണ്ട് ഗുഡ്സിന്റെ പ്രൈസും ഇൻകവും ചേഞ്ച് ചെയ്തു. P1 dash represents change in price of first good, P2 dash represents change in price of second good, m dash represents change in income. എല്ലാ വാല്യൂസും ഡബിൾ ആയി. സോ P1 dash is equal to 8, P2 dash is equal to 10 and m dash is equal to 40. P1 dash x1 plus P2 dash x2 less than or equal to m dash. 8x1 plus 10x2 less than or equal to 40. Suppose a consumer can afford to buy 6 units of good 1 and 8 units of good 2 if she spends her entire income. The prices of the two goods are ₹6 and ₹8 respectively. How much is the consumer's income? P1 x1 plus P2 x2 is equal to m. x1 is equal to 6, x2 equal to 8, P1 is equal to 6, P2 equal to 8.
Apply these values in the budget line equation. We get 6 into 6 plus 8 into 8 equal to m. So 36 plus 64 equal to 100. Suppose a consumer wants to consume two goods which are available only in integer units. The two goods are equally priced at rupees 10 and the consumer's income is rupees 40. Write down all the bundles that are available to the consumer. P1 equal to 10, P2 equal to 10, M equal to 40. X1 equal to M by P1. 40 by 10 equal to 4. മുഴുവൻ ഇൻകവും ഗുഡ് 1 വേണ്ടി ചിലവാക്കിയാൽ കിട്ടുന്ന ബണ്ടിലാണ് 40. X2 equal to M by P2. 40 by 10 equal to 4. മുഴുവൻ ഇൻകവും ഗുഡ് 2 വേണ്ടി ചിലവാക്കിയാൽ കിട്ടുന്ന ബണ്ടിലാണ് 04. അതർ ബണ്ടിൽസ് ആർ 30, 20, 10, 04, 03, 02, 01, 13, 31, 22, 21, 12, 11 and 00. Among the bundles that are available to the consumer, identify those which cost here exactly rupees 40. 22, 13, 31, 04 and 40. നോട്ട്സ് എഴുതിയെടുക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ചെയ്യിപ്പിച്ചത് ബുക്കിലേക്ക് ചെയ്തെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. മിക്കവാറും പബ്ലിക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സോ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സ്റ്റഡി വെൽ. കീപ് ലവിങ് എക്കണോമിക്സ്. താങ്ക് യു.